എന്താണ് സുഭാഷ് സംഭവിച്ചത്? അവരിപ്പോ എന്താ പറയണെന്ന് എനിക്ക് അറിയില്ല. ഒരു ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത്. ഇവിടെ ഈ വീടുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ എന്തെങ്കിലും ഒരു മുട്ടുസൂചി വീണ് കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ അറിയോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ മിനിങ്ങാന്ന് വന്നുള്ളൂ. എൻ്റെ അച്ഛൻ വെന്റിലേറ്ററിൽ കിടക്കുക, വെന്റിലേറ്റർ ഐസിയുവിൽ കിടക്കുക. അപ്പൊ ഞാൻ അതിന് ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ട് രാത്രി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വേദനയോടുകൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കല്യാണി എന്ന് പറയുന്നൊരു മോള്, കുഞ്ഞു മോള്, അമ്മയുടെ ക്രൂരതയിൽ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കല്യാണിയുടെ മൃതദേഹം കിട്ടിയത്. കസ്റ്റഡിയിലുള്ള അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് 7:30യോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ 3 വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി. എവിടെയാണ് കുട്ടിയെ കാണാതെ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിയെ താൻ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ഈ ഭാഗത്തേക്ക് വന്നു, അതിനിടയിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു. പിന്നീട് പറഞ്ഞു ബസ്സിൽ വെച്ച് കുട്ടിയെ മറ്റാരോ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മൂഴിക്കുളം പാലത്തിന് അടുത്ത് വെച്ച് പാലത്തിൽ നിന്ന് കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം സന്ധ്യ പറയുന്നത്. എല്ലാവരും വാർത്ത ഉണ്ടല്ലോ, എല്ലാവരും കണ്ട കാര്യമായിരിക്കണം ഇത്. ഇങ്ങനെ ഈ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഒന്നടങ്കം എല്ലാവരും പറഞ്ഞതാണ്, എന്താണ് വീണ്ടും മാഫിയകൾ ഇറങ്ങി തട്ടിക്കൊണ്ടുപോയതായിരിക്കും, പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നതായിരിക്കും എന്നൊക്കെ. അതിലൊരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നു അമ്മ തന്നെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ. CCTVയിൽ അമ്മ എടുത്തുകൊണ്ട് പോകുന്ന ഫുട്ടേജ് കണ്ടല്ലോ. പക്ഷേ വളരെ വേദന തോന്നുന്നു. കാര്യം ഞാൻ ഒരമ്മയാണ്, 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. എങ്ങനെ തോന്നി ഭർത്താവിനോടും വീട്ടുകാരോടുമുള്ള ദേഷ്യം സ്വന്തം കുഞ്ഞിനോട് തീർക്കാൻ ഇവൾക്ക് എങ്ങനെ തോന്നി? 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരമ്മയല്ലേ അവള്. എങ്ങനെ തോന്നി? ഒരു മുള്ളു കൊണ്ട അല്ലെങ്കിൽ ഒരു പനി പിടിച്ചാൽ പോലും ഒരമ്മമാർക്ക് സഹിക്കില്ല. ഇതിനെക്കുറിച്ച് അതായത് ഹസ്ബൻഡിന്, അതായത് ഈ കുട്ടിയുടെ അച്ഛന് പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഞാനിവിടെ ഇന്നലെ വരുമ്പോൾ 3:30 കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ എന്നെ ഇവിടെ വിളിച്ചിട്ടൊരു കുക്കറിൻ്റെ വാഷർ പോയി അത് മേടിക്കാൻ പോകുന്നു ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ്, അപ്പോൾ അത് കാരണം കൊണ്ട് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിനെയും വിളിച്ചിട്ട് ഇവിടെ ആ വഴി പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പോകാറുണ്ട്, കടകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു 6 മണി 6 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു, അങ്ങോട്ട് ചെന്നോന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറുകൂടെ നോക്കിയിട്ടില്ലേ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വനിത ഇവിടുന്ന് വിളിച്ചായിരുന്നു. വനിത ഞാൻ വിളിച്ചേ. അപ്പോൾ അതിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവർ നേരത്തെ തന്നെ വിളിച്ചത്. അപ്പം അന്നേരം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇതുപോലെ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ചേച്ചി വിളിച്ച് അവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞ് അവരെന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെ സംഭവങ്ങളെന്ന് പറഞ്ഞു. കൊച്ചുങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇവക്കടെ ചേച്ചിയും അമ്മയും പറയണത് മാത്രമേ അവൾ കേൾക്കുകയുള്ളൂ. ഇപ്പം ഇന്നലത്തെ സംഭവത്തിലും അവക്കടെ ചേച്ചിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു കൊച്ചിനെ അംഗൻവാടിയിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ കൊച്ചു പോകണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കൊച്ചിനെ റെഡിയാക്കി 9:30 കഴിഞ്ഞിട്ട് പോയി അംഗൻവാടിയിൽ 8:45 കൊച്ചു റെഡിയായി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ ഇരുന്ന് റെഡിയായി ഇവിടെ ഇരുന്ന് റെഡിയാവുന്ന ഫോട്ടോയാണ് കിടക്കുന്നത്. കേട്ടല്ലോ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ഈ കുട്ടിക്ക് മാനസിക രോഗമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എന്ത് തെറ്റ് ആര് ചെയ്താലും അപ്പോഴേ അവൾക്ക് മാനസിക രോഗമുണ്ട്. ഈ മാനസിക രോഗമുള്ള അവൾ കുഞ്ഞിനെ എടുത്തറിഞ്ഞതിൻ്റെ കൂടെ ഇവളെന്താ എടുത്താ ചാടാഞ്ഞത്? മാനസിക രോഗമല്ലേ, മൊത്തം കള്ളത്തിലാണ് കേട്ടോ. രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് മാനസിക രോഗം. ഒരു കാരണവശാലും ഇവൾക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ഇവൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. അതായത് ഈ ഭർത്താവിനോടുള്ള ദേഷ്യത്തിലാണ് ഇത് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. ഇവൾ മുൻപും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഭർത്താവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മുൻപുള്ള അനുഭവം, ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് 2 പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി. 5 പിള്ളേരെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട്
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി. ടോർച്ച് എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ വെയിറ്റ് വേണ്ട ടോർച്ചാണ്. ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഇളയ കൊച്ചിൻ്റെ തലക്കെട്ട് ഇവിടെ അടിച്ചു, മറ്റവനെ അടിച്ചു. അപ്പോൾ കൊച്ചിൻ്റെ തല ഇവിടെ മുളച്ച് ഇങ്ങനെ ഇത്ര ഇരിപ്പുണ്ടായിരുന്നു, മറ്റവനെ അടിച്ച പാടും കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ഇന്നേപോലെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെ അന്നേരം ആണ് ഞാൻ അറിയണത്. ഇപ്പോൾ പറയുന്ന ഭർത്തൃപീഡനം ഭയങ്കരമായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ഈ ഭർത്തൃപീഡനം നടന്നത് അയാൾ പറയുന്നുണ്ട്, ഈ അയൽവക്കത്തൊക്കെ അടുത്തടുത്താണ് വീടുകൾ, വേണമെങ്കിൽ നിങ്ങൾക്ക് തിരക്കാം, ഒരു മുട്ടുസൂചി വീണാൽ പോലും അറിയും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ, അതായത് നേരത്തെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ അച്ഛൻ വീണ്ടും ആ മക്കളെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് മനസ്സമാധാനമായിട്ട് നിന്നത് പക്ഷെ ഒരു വേദനാജനകമാണ്. അപ്പോഴേ ഇവരെ തിരക്കണമായിരുന്നു, എന്തിനാണ് ഇവർ ആ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് അന്വേഷിക്കണമായിരുന്നു അല്ലേ. എന്തായാലും ഈ സന്ധ്യയുടെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഡോക്ടറെ കാണിക്കാൻ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ അങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഇവിടെ അടുത്താക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ടു. ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ സംഗതിയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഒരു തവണ ഇതിനു മുമ്പ് അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീമോ അങ്ങനെ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒന്നുമില്ല. അതെന്തെങ്കിലും ഈ അമ്മയല്ലേ എന്തെങ്കിലും വടിയോ കൊച്ച് അടിക്കും. ഈ സന്ധ്യയുടെ അമ്മയുടെ മുഖത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഈ ഭർത്താവ് വാർത്താ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഈ സന്ധ്യയുടെ സഹോദരി അമ്മയും പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, ഈ മരണത്തിൽ അവർ ഉത്തരവാദികളാണെന്ന്. പക്ഷേ അത് ഏതൊരു വ്യക്തിക്കും കാണുമ്പോൾ തോന്നും. അതായത് ഈ സന്ധ്യയുടെ അമ്മ തന്നെയാണ് ഈ ഭർത്താവിൻ്റെ അടുത്ത് വന്നത്, അതായത് സന്ധ്യയുടെ കുട്ടികളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്, സന്ധ്യ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുന്നുണ്ട്, രക്ഷിക്കണം, അവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. ആ സന്ധ്യയുടെ അമ്മ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ്, അങ്ങനത്തെ സംഭവം നടന്നിട്ടേ ഇല്ലെന്നാണ്. അവരത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, ഞങ്ങള് ഉണ്ട്. അത് ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ്. അവൻ സ്നേഹത്തിലല്ല. തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കണ്ണത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. ഈ പണി ചെയ്തു വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല, ഇവിടെ വന്ന് കയറി. അവരെല്ലാ കുറ്റവും കൊണ്ടൊന്ന് ചുമത്താൻ നോക്കുന്നത് ഇപ്പോൾ ആ ഭർത്താവിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഭർത്താവ് മദ്യപാനിയാണ്, ഉപദ്രവിക്കും. പക്ഷെ ഭർത്താവ് മദ്യപാനിയാണ്, ഉപദ്രവിക്കും, എന്തോ ആയിക്കോട്ടെ, എത്രയോ മദ്യപാനികളായിട്ടുള്ള അച്ഛന്മാരിൽ നിന്ന് സ്വന്തം മക്കളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഒരു നേരത്തെ ആഹാരമെങ്കിലും അവരെ കൊടുത്ത് അവരെ സംരക്ഷിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് അമ്മമാർ കേരളക്കരയിൽ പരിശ്രമിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവരുടെ മുൻപിൽ ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് സ്വന്തം കുഞ്ഞിനെ എടുത്ത് കൊന്നുകളയുന്ന ഇവളൊരു അമ്മയാണോ? ഇവളേക്ക് എന്ത് പേരിലാണ് വിളിക്കുന്നത്? വളർത്താൻ വയ്യെങ്കിൽ എന്തിന് നീയൊക്കെ ഇതിന് പോകുന്നത്? സത്യം പറഞ്ഞുണ്ടല്ലോ, വളരെ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ദേഷ്യമുണ്ട്. ഒരമ്മയാണോ ഇവള്? സത്യം പറഞ്ഞാൽ ഒരമ്മയാണോ? എന്തായാലും അവിടെ അടുത്തുള്ള പരിസരവാസികളുടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളുടെയും കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം. അതാണ് ഇവിടെ എങ്ങനെയാ, നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞായിരുന്നല്ലോ, എങ്ങനെയാ? എല്ലാവരോടും നല്ല ഇതായിരുന്നു കുഞ്ഞ്. ഇന്നലെയൊക്കെ കണ്ടിരുന്നോ? ഇല്ല, ഇന്നലെ ഞങ്ങൾ, എന്റെ വീട് ഇച്ചിരി താഴ്ത്താണ്, ഇന്നലെ ഞാൻ കണ്ടില്ല. ഇന്നലെ അംഗൻവാടി പോയി കയറി. ഞങ്ങൾ ഇപ്പോഴും ഇതിലെ പോകുമ്പോൾ കാണും, എന്റെ വീട്ടിലൊക്കെ കളിക്കാനൊക്കെ വന്നതാണ് കൊച്ച്. ഈ ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്, ശരി? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിയണതാ. ആരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണതല്ല ഉള്ള. അങ്ങനെ കാണുന്ന ഒരു പെങ്കൊച്ചിനെ കാണണോ? എല്ലാ വീടും അതിലല്ല. അവര് 2 അനിയന്മാരുണ്ട്, അവരാണെങ്കിലും ചേച്ചിന്ന് വെച്ചാൽ മരിക്കും. അച്ഛനും അമ്മയാണെങ്കിലും അതെ, അവനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടല്ലോ, അതിൽ അവർ പറയുന്നത് ഇപ്പോൾ പരിസരവാസികളാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. തറവാട് വീടാണ് ഡോക്ടർ, ഇത് കല്യാണിയുടെ തറവാട് വീടാണ്.
നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞായിരുന്നു. വീടാ ഒരു കുഴപ്പമില്ലാത്ത കുടുംബമാണിത്. അവര് കൊച്ചച്ഛന്മാരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് പ്രാണനാ. ഹസ്ബൻഡാണെങ്കിലും നല്ലൊരു പയ്യനാ. ഇവള് ആരോടും അങ്ങനെ സംസാരിക്കില്ല, അതൊരു സ്വഭാവം പ്രകൃതമാണ്. എന്നാലും അമ്മയാണെങ്കിലും നല്ല രീതിയിൽ ആ കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്കൊന്ന് പോകാം. ഇന്നലെ എപ്പോഴാണ് ഇവിടുന്ന് കുഞ്ഞു പോയെന്ന് അറിയില്ല മാഡം. ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രി കിടക്കും. ഞാൻ അങ്ങോട്ട് വെളുപ്പിന് പോയതാ. ഞാൻ പോകുമ്പോൾ കൊച്ചിന് ഞാൻ പാൽച്ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ആടിനെ കറന്ന് ചായ എന്ന് വെച്ചാൽ അതിന് ജീവന. കുട്ടൂനെ കറന്ന് ചായ വെക്കണം പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്ത് ഇവിടുന്ന് രാവിലെ പോയതാ. ഞാൻ ഇന്നലെ എൻ്റെ മോളെ കണ്ടിട്ടില്ല. ഭർത്തൃ വീട്ടിൽ ഇവിടെ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ മാതാവ് പറയുന്നത്. അത് അവർ പറയണതാ. പീഡനമില്ല. ഈ അയൽവക്കത്ത് ഇവരൊക്കെ ആൾക്കാരാണെങ്കിൽ ഈ അയൽവക്കം ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. മേഡത്തിന് ആരെ വേണമെങ്കിലും ചോദിച്ചാൽ അറിയാം. കാരണം ഇത്ര അടുത്ത് ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ മോൻ തല്ലുകയാണെങ്കിൽ അവൾ ബാക്കി ഉണ്ടാവില്ല. കാരണം എൻ്റെ മോനെ പീഡിപ്പിക്കാനല്ല, ഇവള് സൈ കെട്ട് കഴിയുമ്പോൾ എൻ്റെ മോൻ ഇറങ്ങിപ്പോകും. അമ്മയെ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം വല്ലതും ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കൊച്ചിന്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ തടിച്ചിട്ട് എൻ്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിന് അടിച്ചത്. തലക്കിട്ട് അടിച്ചു. കല്യാണിയുടെ തലക്കെട്ടും നെഞ്ചിനും കാശിക്ക് മൂത്ത കുഞ്ഞിനെ ടോർച്ച് കൊണ്ടടിച്ചു. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. പക്ഷേ സന്ധ്യ, അതായത് സന്ധ്യയുടെ മാതാവ് ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ദുഃഖം നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? ഇവർക്കൊന്നും ഇതിനൊരു വിലയുമില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ, ഒരുപാട് ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു മക്കളുള്ള അമ്മമാരായാലും ശരി, 5 മക്കൾ 6 മക്കൾ ഉണ്ടായാൽ പോലും തൻ്റെ ഒരു കുഞ്ഞിന് പോലും ഒരബദ്ധം വരുത്തരുതേന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് അമ്മമാരും അച്ഛന്മാരും എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിലയുമില്ല. ഇവള് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ടോർച്ച് വെച്ച് കുഞ്ഞിൻ്റെ തലയ്ക്ക്, ആ പൊടി കുഞ്ഞിൻ്റെ തലയ്ക്കും മറ്റു കുഞ്ഞിൻ്റെ നെഞ്ചത്തൊക്കെ അടിച്ചിട്ടുള്ളതായിട്ട് അറിയുന്നു. ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതായിട്ട് അറിയുന്നു. ഇത്രയും ഒരു മനോരോഗിയല്ല ഇവളെയൊക്കെ മറ്റു കാര്യങ്ങളാണ്. ഇവർക്കൊക്കെ വലിയ ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ടോ? അതായത് അതിന് ഇവരൊരു മക്കളൊരു തടസ്സമാണോ? അതുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അല്ലാതെ ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഒരു സ്ത്രീയാണോ? അമ്മയല്ല. ഒരു കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഇവൾക്ക് എങ്ങനെ തോന്നി? സത്യം പറഞ്ഞാൽ ഇവർക്ക് നല്ല ശിക്ഷ ലഭിക്കണം. എന്നാൽ മാത്രമേ വരും തലമുറയിലുള്ളവർ വരും കാലത്ത് ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. ഈ സത്യം പറഞ്ഞാൽ വളരെയധികം വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.